മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. 2023 എന്ന വർഷം തീരാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസമേ ബാക്കിയുള്ളൂ. നിരവധി ഹിറ്റ് ചിത്രങ്ങളെക്കാൾ അനേകം ഫ്ലോപ്പായ ചിത്രങ്ങളാണ് 2023 സമ്മാനിച്ചത്. വലിയ പ്രതീക്ഷയോടെ ഹൈപ്പ് കൊടുത്ത പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ പൊട്ടിപ്പോയിരുന്നു. എന്നാൽ വിജയിച്ച ചിത്രങ്ങൾക്കും ഫ്ലോപ്പായ ചിത്രങ്ങൾക്കും മാത്രമല്ല, ചില വിവാദമായ ചിത്രങ്ങൾക്കും 2023 എന്ന വർഷം സാക്ഷ്യം വഹിച്ചിരുന്നു. വിവാദങ്ങൾ സിനിമയെ സംബന്ധിച്ച് പുത്തരിയല്ല. സത്യത്തിൽ വിവാദങ്ങൾ കനക്കുമ്പോഴാണ് പ്രമോഷന് ഊർജം കൂടുന്നത് തന്നെ. രാഷ്ട്രീയപരമായ വിവാദമായിരുന്നു മിക്കവയും. അത്തരത്തിൽ 2023 കോളിളക്കം സൃഷ്ടിച്ച് വിവാദമായി മാറിയ ചില സിനിമകളുണ്ട്. ഈ വിവാദ സിനിമകളുടെ ലിസ്റ്റിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പഠാൻ, കേരള സ്റ്റോറി, ഫ്ലഷ് എന്നീ സിനിമകളാണ്. പഠാനിൽ നിന്നു തന്നെ തുടങ്ങാം. ഷാരൂഖ് ഖാനെയും ദീപിക പദുക്കോണിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പഠാൻ. പ്രഖ്യാപിച്ച കാലം മുതലേ വാർത്തകളിലിടം നേടിയ സിനിമ വിവാദങ്ങളിൽ വീണതോടെ കത്തിപ്പടരുകയായിരുന്നു. പഠാനിലെ പുറത്തിറങ്ങിയ ഒരു ഗാനത്തിൽ ദീപിക പദുക്കോൺ ധരിച്ച വേഷമായിരുന്നു പ്രശ്നം. ഗാനരംഗത്ത് കാവി നിറത്തിലുള്ള ബിക്കിനി വേഷത്തിലാണ് ദീപിക പദുക്കോൺ എത്തിയത്. ഇതോടെ സംഘപരിവാർ രംഗത്തെത്തി. ബോയ്ക്കോട്ട് ക്യാമ്പയിൻ മുതൽ സിനിമയെ ശക്തമായി എതിർത്തു. സൈബറിടത്തും വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു. ബോക്സ് ഓഫീസ് ഹിറ്റാണ് പഠാൻ. കേരള സ്റ്റോറിയാണ് ഈ വർഷം റിലീസായ മറ്റൊരു വിവാദ സിനിമ. സുദീപ് തോംസൺ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയുടെ ട്രെയിലർ റിലീസായത് മുതൽ വിവാദമായിരുന്നു. കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും തീവ്രവാദം നടത്തുന്നു എന്നതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. ഇത് യഥാർത്ഥ കഥയാണെന്ന വാദം കൂടുതൽ വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി. കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ വിഷയം കോടതി വരെ എത്തി. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെയുള്ള പരാമർശമുണ്ടെന്ന് പറഞ്ഞാണ് ഐഷ സുൽത്താന്റെ ഫ്ലഷ് എന്ന സിനിമയ്ക്കെതിരെ വിവാദങ്ങൾ ഉയർന്നത്. സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ BJP ലക്ഷദ്വീപ് ഘടകം ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ബീന കാസിം തന്റെ സിനിമ തടഞ്ഞുവയ്ക്കുന്നുവെന്നായിരുന്നു ഐഷ സുൽത്താനയുടെ വാദം. ഏറെ വിവാദങ്ങൾക്കൊടുവിലായിരുന്നു ഫ്ലഷ് തിയേറ്ററുകളിലെത്തിയത്.